ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമർ ഓൾറെഡി നമുക്ക് കിട്ടിയിരിക്കുന്നത് യു പി എസിൻ്റെ പഴയൊക്കെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ യു പി എസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പഴയ കമ്പ്യൂട്ടറിൻ്റെ യു പി എസ് ഒന്നും നിങ്ങൾ കളയരുത്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ട്രാൻസ്ഫോമറാണിത്. ഈ ട്രാൻസ്ഫോമറുടെ പ്രത്യേകത്തിന് ഹൈ ആംപിയറാണ്. മിനിമം ഒരു 10 ആംപിയർ അല്ലെങ്കിൽ 15 ആംപിയർ എങ്കിലും നമുക്ക് ഇതിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നതാണ്. കാരണം 600 VA എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ വരുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ യു പി എസ് വരുന്നത് 600 VA. അപ്പോൾ ഏകദേശം 300 വാട്ടിൻ്റെ അടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ യു പി എസ് ആണ്. ഈ യു പി എസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ട്രാൻസ്ഫോമറാണിത്. ഈ ട്രാൻസ്ഫോമർ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. അതിൻ്റെ സപ്ലൈ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ സപ്ലൈ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അതിൻ്റെ സെക്കൻഡറി എന്ന് പറയുന്നത് ഭയങ്കര കനമുള്ള വയറുകളായിരിക്കും. ഈ വയറുകൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, കനമുള്ള വയറുകളാണ്. ഈ കനമുള്ള വയറുകളാണ് സെക്കൻഡറി ആയിട്ട് വരുന്നത്. അല്ലാത്തത് പ്രൈമറി സെക്ഷനാണ് വരുന്നത്. ഈ പ്രൈമറി സെക്ഷൻ നമ്മൾ ഡയറക്റ്റായിട്ട് കറണ്ടിലേക്ക് കൊടുക്കുക. കറണ്ടിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ആംപിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആംപിയർ ഹൈ ആയിരിക്കും. ഉണ്ടോ, ഓൾറെഡി നിങ്ങൾക്ക് ഇതിൽ നിന്ന് 16 വോൾട്ട് നമ്മളിത് റെഗുലേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം എടുത്തു കഴിയുന്ന സമയത്ത് ഏകദേശം 12 വോൾട്ട് അല്ലെങ്കിൽ 14 വോൾട്ട് നമുക്കിത് കറ തീർന്ന് കിട്ടിയിരിക്കും. കറ തീർന്ന് 16 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെല്ലാം തന്നെ നല്ല ഹൈ ആമ്പും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ 10 ആംപിയറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 5 ആംപിയർ മിനിമം ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. അത്ര ഹൈ ആംപിയറിലാണ് നമുക്കിത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ, ചെറിയ രീതിയിൽ വെൽഡിങ് ഉണ്ടോ, നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വെൽഡിങ് സിസ്റ്റം ചെയ്യുന്നതിന് വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള വെൽഡിങ്ങിൻ്റെ മെഷീൻസ് കാര്യങ്ങൾ വേണമെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം താല്പര്യമുണ്ടെങ്കിൽ ആളുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള വെൽഡിങ് സെറ്റ് എങ്ങനെ ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഹൈ ആംപിയറാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഓൾറെഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കണ്ടോ, ഓൾറെഡി അതിൻ്റെ വോൾട്ടേജ് നോക്കിയാൽ വോൾട്ടേജ് ചെറുതായിരിക്കും. അതായത് 16 വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുള്ളൂ. 16 വോൾട്ടും 7 വോൾട്ടുമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി പക്ഷേ അതിൻ്റെ ആംപിയർ ഭയങ്കര ഹൈ ആയിരിക്കും. നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ജസ്റ്റ് ഒരു ഫ്യൂസ് പോലെ അതിൻ്റെ ഔട്ട് വരുന്ന സപ്ലൈ നമ്മൾ ടച്ച് ചെയ്യിപ്പിച്ച് നോക്കുക. സഡൻലി തന്നെ ബ്രേക്കായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേട്ടോ, അത്ര ഫാസ്റ്റാണ്. മറ്റേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത്ര ആംപിയർ 5 ആംപിയർ ആണെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഉരുകി പോകുന്നതല്ല. ഓൾറെഡി നിങ്ങളൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത്രയും വയർ ഏകദേശം ഒരു 4-5 വയർ ഒന്നിച്ചുണ്ട്. ഈ 4-5 വയറുകൾ ഒന്നിച്ച് അതിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ടച്ച് ചെയ്യിപ്പിച്ച് നോക്കാം. ഉണ്ടോ, അത്ര ഫാസ്റ്റാണ്. ഹൈ ആംപിയർ കറണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. കണ്ടോ, നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഹൈ ആംപിയർ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 10 ആംപിയറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെല്ലാം തന്നെ കണ്ടോ, അത്ര ഹൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പുകയും കാര്യങ്ങളെല്ലാം ഉണ്ടോ, അത്ര ഹൈ ആംപിയറാണ് നമുക്ക് യു പി എസിൻ്റെ ഈ പറയുന്ന ട്രാൻസ്ഫോമറിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന യു പി എസ് കാര്യങ്ങളെല്ലാം കളയരുത്. കളയുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾ ഇതിൽ നിന്ന് ട്രാൻസ്ഫോമർ എടുക്കുക. ട്രാൻസ്ഫോമർ എടുത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള തന്നെ 12 വോൾട്ട് അല്ലെങ്കിൽ 14 വോൾട്ട് 5 അല്ലെങ്കിൽ 10 ആംപിയർ കിട്ടാവുന്ന ഏത് ഉപകരണങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാം. അത്ര പെർഫെക്ഷനായിട്ട് വർക്ക് ചെയ്യും. ആംപിയറിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ട്രാൻസ്ഫോമറിൽ യാതൊന്നും ബാധിക്കില്ല. അത്രയും ലോഡ് കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ കൂട്ടുകാരെ, ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.